ഹായ് കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ ഈ ചെറിയ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡിഷ് വാഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാൻ അതിനായിട്ടൊരു ചെറിയ കിറ്റാണ് വാങ്ങിയിട്ടുള്ളത്. 5 ലിറ്റർ നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിലെന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ലീക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് സ്ലറി. ഈ സ്ലറി നമുക്ക് വേണം. ഇത് 1/2 ലിറ്റർ ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കല്ല് പോലെ അകത്ത് ഇച്ചിരി തരിതരിയായിട്ടുള്ളൊരു സാധനം, അതാണ് കാസ്റ്റിക് സോഡ. അതുകൂടാതെ ഫൈനായിട്ടുള്ള പൗഡർ, നല്ല ഫൈനായിട്ടുള്ള പൗഡറുണ്ട്, അത് സോഡിയം സൾഫേറ്റ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വേണ്ടത് സ്മെല്ലാണ്, നല്ല ലെമണിൻ്റെ ഒരു സ്മെല്ല്. പിന്നെ കളറ്, ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഗ്രീൻ കളറാണേ. ഇതിപ്പോൾ എനിക്ക് കിട്ടിയത് മഞ്ഞയാണ്. അപ്പം നമുക്കിതിൻ്റെ ഇത് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേപ്പറിൽ ഒരു ചെറിയൊരു കുറിപ്പും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബക്കറ്റിൽ 2.5 ലിറ്റർ വെള്ളം എടുക്കണം. അതിനായിട്ട് ഞാൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കുപ്പി എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അളവ് അറിയാമല്ലോ. അപ്പം ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുക്കേണ്ടത് കേട്ടോ. പിന്നെ നമുക്കിത് കലക്കാൻ വേണ്ടിയിട്ട് തടിയാണ് വേണ്ടത്. തടിയുടെ ഒരു കമ്പോ അങ്ങനെ എന്തെങ്കിലും വേണം. പ്ലാസ്റ്റിക് ബക്കറ്റ് വേണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ പ്ലാസ്റ്റിക് സോഡ കുറേശ്ശെ ഇട്ട് കൊടുത്ത്, ഇച്ചിരി കട്ടയ്ക്കാണ് ഇരിക്കുന്നത്, കുറേശ്ശെ ഇട്ട് കൊടുത്ത് അത് നമുക്ക് ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിങ്ങനെ ഇടുന്ന സമയത്ത് മാസ്ക് നിർബന്ധമായിട്ട് ഇട്ടിരിക്കണേ. കാരണം ഒരു പുക പോലെ ഇതിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും. അത് നമുക്ക് നല്ല ചുമ വരുന്ന പോലെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് സേഫായിട്ട് മാസ്കൊക്കെ ധരിക്കുക. ഇത് നന്നായിട്ട് ഈ കട്ടയെല്ലാം പോകുന്നവരെ, അതിൻ്റെ ആ കല്ല് നല്ല ലയിച്ച് തീരുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. തടിയുടെ കമ്പ് ഉപയോഗിച്ച് വേണം കേട്ടോ ഇളക്കാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ബക്കറ്റിലേക്ക് നമുക്ക് 1 ലിറ്റർ വെള്ളം എടുക്കണം. ഇതിനു മുമ്പ് ഇതിലേക്ക് തന്നെ നമ്മൾ സ്ലറി ഇല്ലേ, സ്ലറി നമ്മൾ ഈ കലക്കിയ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ചേർക്കുന്നത്. കണ്ടോ, ഇത് 1/2 ലിറ്റർ സ്ലറി ഉണ്ട്. അപ്പോൾ 2 ലിറ്റർ വെള്ളമായി. അതിൻ്റെ കൂട്ടത്തിൽ 1/2 ലിറ്റർ വെള്ളം 3 ലിറ്ററായി. 1/2 ലിറ്റർ സ്ലറി, 1/2 ലിറ്റർ സ്ലറി. അപ്പോൾ ഈ സ്ലറിയും കൂടെ നമുക്ക് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇത് 3 ലിറ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ക്ലോക്ക് വൈസിൽ തന്നെ ചെയ്യണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ക്ലോക്ക് വൈസിൽ തന്നെ ഇത് ചെയ്യണം. ഇതും കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കി നന്നായി കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു ബക്കറ്റിലിട്ട് നമ്മുടെ സോഡിയം സൾഫേറ്റ് 1 ലിറ്റർ വെള്ളത്തിൽ കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു. സ്ലറിയൊക്കെ ഞാൻ ഒഴിച്ചു കഴിഞ്ഞു. ഒരു 10-20 മിനിറ്റോളം മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇത് വേണ്ടത് വേറൊരു പാത്രത്തിലേക്കാണ് കേട്ടോ. വേറൊരു ബക്കറ്റിലേക്ക് നമുക്ക് 1 ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് സോഡിയം സൾഫേറ്റ്. ഇത് കുറേശ്ശെ വേണം ഇടാനായിട്ട്. ഞാൻ ഇട്ടപ്പോൾ കൂടിപ്പോയി. അന്നേരപ്പോൾ ഏറ്റവും അവസാനം ഒരു കട്ട പോലെ അത് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് തന്നെ എല്ലാം മിക്സ് ചെയ്ത് ഒഴിച്ചു വെക്കാമെന്ന് ഓർക്കുന്നു. അപ്പോൾ ഇതിലേക്ക് തന്നെ ഞാൻ ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. കുറേശ്ശെ പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അത് ഒരുമിച്ചങ്ങ് വീണപ്പോൾ ഏറ്റവും താഴത്തെ ഭാഗം ഇത്തിരി കട്ടയായിപ്പോയി. കണ്ടോ, താഴത്തെ ഭാഗത്ത് അതങ്ങ് അലുക്കുന്നില്ല. അപ്പോൾ നന്നായിട്ടിത് ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം ഞാൻ ഇതും നമ്മുടെ ഈ മെയിൻ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. കണ്ടോ, അത് വരുന്നില്ല. നമുക്കതിലേക്ക് തിരിച്ചൊഴിച്ച് വെക്കണം. അപ്പോൾ ചിലപ്പോൾ അത് ലയിക്കുമായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇതിലേക്കിത് ആഡ് ചെയ്യണം. കുറേശ്ശെ ഒഴിച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിൽ സ്ലറി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പിന്നെയും ക്ലോക്ക് വൈസിൽ തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊരു 8 മണിക്കൂർ മുമ്പ് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ രാത്രിയാണിത് ചെയ്യുന്നത്. ഞാൻ വെളുപ്പിനെയാണ് ബാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടിത് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ മാറ്റി വെക്കുന്ന സമയം കൊണ്ട് ഈ പതയൊക്കെ അങ്ങ് പോകും. കൈക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്കിത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കേട്ടോ ഇതുപോലൊരു കുപ്പിയിലോട്ട് നമുക്ക് ഒഴിച്ച് മാറ്റിയാണ് വെക്കണ്ടേ, കച്ചവടമൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഞാൻ 1/2 ലിറ്റർ വെള്ളം, അപ്പോൾ 3, 4, 4.5 സ്ലറി ഉണ്ടല്ലോ, 4.5. അപ്പോൾ ഇതിലേക്ക് ഉണ്ടോ ഈ കളർ ഞാൻ ഈ 1/2 ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുകയാണേ.
ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ പക്ഷേ ഈ സ്മെല്ല് ഏറ്റവും അവസാനമാണ്. നാളെയാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. നാളെയാണിത് ഒഴിച്ച് ഇളക്കാൻ പോകുന്നത്, നമ്മളത് പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ. അപ്പോൾ ഇത് ഒഴിച്ചു. ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല മിക്സായി. അപ്പം ഒരു യെല്ലോ കളറാണ്. എനിക്ക് ഗ്രീനാണ് ഇഷ്ടം. ഇതൊരു യെല്ലോ കളറാണ്. ഇനി നമുക്കിതും അതിലേക്ക് തന്നെ ചേർക്കണം. നമ്മുടെ മെയിൻ കൂട്ടത്തിലേക്ക് ഇതും കൂടെ അങ്ങ് ചേർക്കണം. ക്ലോക്ക് വൈസ് തന്നെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ സ്ലറി മിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കണ്ടോ, ഈ പതയൊക്കെ നമുക്ക് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് മാറിക്കിട്ടും. ഇനി ഇത് കണ്ടോ, ഈ കളറ് ചേർത്ത വെള്ളവും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നമുക്ക് നാളെ രാവിലെ ഞാൻ ഇതെങ്ങനെയാണ് നോക്കിയിട്ട് ഇതിൻ്റെ പതയൊക്കെ അങ്ങ് മാറിക്കാണും. അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പം ഞാനിത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയത് കൊണ്ടാണ് ഈ ചെറിയൊരു പത കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സ്മെല്ല് ആഡ് ചെയ്യണം. സ്മെല്ല് ആഡ് ചെയ്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതൊരു മിൽക്കി യെല്ലോ ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ നമ്മൾ കുപ്പിയിലേക്ക് ഒഴിച്ച് ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കളറിൽ കിട്ടും. നല്ല തിക്കാണ് കേട്ടോ. നല്ല തിക്കായിട്ടാണ് ഇതിരിക്കുന്നത്. കണ്ടോ, ഇതുപോലുള്ള കുപ്പികളിലേക്ക് ഞാനിങ്ങനെ ഇങ്ങനെ ചെയ്താട്ടോ കൊടുക്കുന്നത്. ഇതെൻ്റെ മൂത്ത മോനാണ്. ഇതിലേക്ക് ഇതുപോലെ രണ്ടാമത്തെ ആൾ, ഒരു കുഞ്ഞും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഞാനിങ്ങനെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഈ കപ്പിലേക്ക് നമുക്ക് കപ്പിൽ നിന്ന് ഇതിലേക്ക് ഒഴിക്കണം. ഇതുപോലെ ഒഴിച്ചു. ഓക്കെ. അപ്പോൾ കണ്ടോ, ഒരു മിൽക്കി യെല്ലോ ആണ്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊരു നല്ല ട്രാൻസ്പെറൻറ്റ് കളറിലാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇനി ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ കളർ കൂടെ ഒന്ന് കാണിച്ചേക്കാം. കണ്ടോ, ഇത് നല്ലൊരു യെല്ലോയാണ്. ഇതുപോലത്തെ ബോട്ടിലിൽ കൂടെ നമുക്ക് ചെയ്യുമ്പോൾ, നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു വിലയ്ക്കത് കൊടുക്കാൻ പറ്റും. കണ്ടോ, ഗ്രീൻ. അപ്പോൾ ഇതുപോലെ ഞാൻ കുറേ ചെയ്ത് ഞങ്ങളുടെ ഇവിടെയുള്ള പരിചയമുള്ള കടകളിലും അയൽവക്കത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ സ്റ്റിക്കർ. അപ്പോൾ കണ്ടോ, ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കളറാണ്. അപ്പോൾ ഈ യെല്ലോയും ഇതുപോലെ തന്നെ ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ, ടാറ്റാ.